വയനാട്ടിലെ അർഹതപ്പെട്ട നിവാസികൾക്ക് കിട്ടുമെന്ന് ചേട്ടന് ഉറപ്പുണ്ടോന്നാണ് എന്റെ ചോദ്യം. എനിക്കൊരു ഉറപ്പില്ല. കാരണം എന്താ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ? ആർക്കൊക്കെ കിട്ടി, എന്തൊക്കെ കിട്ടി, ആരൊക്കെ അതിന് അർഹതപ്പെട്ടവരാണെന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറില്ല. ഇപ്പൊ മറ്റേ വയനാട് ഇതിലെ ദുരന്തമൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ അതിലേക്ക് മറ്റേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കുറെ കോടികൾ പല നടന്മാരൊക്കെ എന്താണ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, സംഭാവന ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നായാലും മലയാളത്തിലെ മോഹൻലാൽ, മമ്മൂട്ടി കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്ര വിശ്വാസം ഉണ്ട് നിങ്ങൾക്ക്? അത് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുള്ള എത്ര വിശ്വാസം ഉണ്ട്? കിട്ടുന്ന എത്ര വിശ്വാസം ഉണ്ടായിരുന്നു? കിട്ടുന്ന എത്ര വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതില് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതല്ലേ? കൊടുക്കേണ്ടതാണ്, ആവശ്യക്കാർക്ക് കൊടുക്കേണ്ടതല്ലേ? കൊടുക്കണം. അല്ല, കൊടുക്കണം. ഓക്കെ, പക്ഷെ കൊടുക്കുന്നുണ്ടോന്നാണ് ചോദിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതിന്റെ കേസ്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ സംഭവിക്കാൻ തിരുത്തിയാണല്ലോ പോകേണ്ടത് മുന്നോട്ട്. അത് ഓക്കെ, പാടില്ല. ഓക്കെ, അങ്ങനെ ആവുമെന്ന് ഞാൻ ചോദിക്കണം. ചിലപ്പോ ആവണമെന്നാണ് നമ്മൾ പറയുന്നത്. ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കാവുന്ന ഫണ്ടാണത്. അത് രോഗങ്ങൾക്ക് കൊടുക്കാം. ഇപ്പൊ ഒരാൾക്ക് കിഡ്നി പേഷ്യന്റ് ആണ്, അയാൾ മുഖ്യമന്ത്രിക്ക് എഴുതി കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിക്ക് കൊടുക്കാം. അപ്പൊ അത് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കാം. ഇപ്പൊ കൊടുക്കുന്ന സംഭാവനകൾ മുഴുവൻ വയനാട് കേന്ദ്രീകരിച്ച് അവിടുത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ കണ്ടുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അത് വേറെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കണം. അവിടത്തെ ഉള്ളവർക്ക് മാത്രം പ്രയോജനപ്പെടുത്താൻ വേണ്ടി കൊടുക്കണം. ഇപ്പൊ ഈ സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ഡൊണേഷൻ വയനാട്ടിലേക്ക് മാത്രമായിട്ട് ചെയ്യണം എന്നാണ്. അതെ, തീർച്ചയായിട്ടും വയനാടിന് വേണ്ടിയാണ് ഇപ്പൊ കൊടുത്തേക്കുന്നത്. അത് ഇതിന്റെ ഏത് ചെയർമാൻ മുഖ്യമന്ത്രിയാലും അല്ലെങ്കിൽ അതിന് അക്കൗണ്ടബിൾ ആയിരിക്കണം. അത് കിട്ടുന്ന പൈസ മുഴുവനും അവിടെ തന്നെ ചെലവഴിക്കാൻ കഴിയണം. അതൊക്കെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ആരൊക്കെ അപേക്ഷ കൊടുക്കുന്ന അവർക്കൊക്കെ കൊടുക്കാം. പുള്ളി അതിനൊരു കീഴ്വഴക്കം ഉണ്ടാക്കി കൂടി വെച്ച് ഏത് അർഹതയല്ലാത്ത ആളുകൾക്ക് 12 ലക്ഷം രൂപ വരെ അനുവദിച്ചു. 3 ലക്ഷം രൂപ കൂടുതൽ അനുവദിക്കാൻ പാടില്ല മുഖ്യമന്ത്രി. അപ്പൊ അങ്ങനെ മുൻകാല കാഴ്ചപ്പാട് വയ്ക്കുമ്പോൾ കിട്ടൂലായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മൾ പറയുന്നത് പ്രത്യേക അക്കൗണ്ടിൽ ഉണ്ടാക്കിയതിനു ശേഷം ആ അക്കൗണ്ടിൽ മാത്രം നിക്ഷേപിക്കുക. അപ്പൊ അക്കൗണ്ടബിൾ ആവും. ഞാൻ പറഞ്ഞതല്ല, ഇപ്പൊ ഈ ഇത് മുഖ്യമന്ത്രിക്ക് അയക്കണ പൈസ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോന്ന് ചേട്ടന് വിശ്വാസം ഉണ്ടോ? മുഖ്യമന്ത്രിക്ക് കിട്ടും, മുഖ്യമന്ത്രി അക്കൗണ്ടിലേക്ക് ഫണ്ടിലേക്ക് നമുക്ക് അറിയാല്ല ഏത് ഇതാണെങ്കിലും. അതായത് ഇവര് ഈ മറ്റേ ദേശീയ ദുരന്ത ഇതായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് കേന്ദ്രം ഇടപെട്ട്, അതായത് സംസ്ഥാന സർക്കാർ വേണ്ടപ്പെട്ടവരാ നിർദ്ദേശം, അതായത് ഇപ്പൊ ഈ കളക്ടർ അങ്ങനെയുള്ള വേണ്ടപ്പെട്ട ആൾക്കാരെ മുൻനിർത്തിയിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഒരു വാർഡിൽ എത്ര പേരുണ്ട്, പഞ്ചായത്തിൽ എത്ര പേരുണ്ട് എന്നുള്ള നിർദ്ദേശപ്രകാരം അവരുടെ അക്കൗണ്ടിലോട്ട് പൈസ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ റേഷൻ കാർഡ് വഴി അരിയൊക്കെ കൊടുക്കൂലേ ഒരാൾക്ക്, ഒരു തമ്മിൽ പ്രശ്നം വെച്ചിട്ട് അതേപോലെ ഞാൻ ഉദ്ദേശിച്ചായിരുന്നു മനസ്സിലായി. അതായത് കുറെ ആൾക്കാർ പൈസ അയക്കുന്നുണ്ട്, നടന്മാരൊക്കെ പൈസ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വയനാട്ടിലൊക്കെ കേന്ദ്രീകരിച്ച് ഈ ദുരന്ത നിവാരണ ഭാഗമായിട്ട് പൈസ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പൈസ അയക്കുന്നതൊക്കെ എന്താണ് അർഹതപ്പെട്ടവർക്ക്, വയനാട്ടിലെ അർഹതപ്പെട്ട നിവാസികൾക്ക് കിട്ടുമെന്ന് ചേട്ടന് ഉറപ്പുണ്ടോന്നാണ് എന്റെ ചോദ്യം. എനിക്കൊരു ഉറപ്പില്ല. കാരണം എന്താ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ? ആർക്കൊക്കെ കിട്ടി, എന്തൊക്കെ കിട്ടി, ആരൊക്കെ അതിന് അർഹതപ്പെട്ടവരാണെന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറില്ല. അതിന്റെ എന്തെങ്കിലും നാളെ ഒരിക്കലും അർഹതപ്പെട്ടവരെന്ന് പറയുമ്പോഴാണ് നമ്മ അർഹതപ്പെട്ടവരാണ് കിട്ടിയതെന്ന് അറിയുന്നത്. അതും അർഹതപ്പെട്ടവരും നമുക്ക് തെളിവില്ലല്ലോ. നമുക്കും തെളിവില്ല. കാരണം ഇതിനെ പൊടി തപ്പി നമ്മ പോവാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കുറച്ച് ആരോടെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കത്തി ഒരു തട്ടിപ്പുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സംശയം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അപ്പൊ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്ന ചേട്ടന് ഉറപ്പൊന്നുമില്ല. പക്ഷെ പലരും നടന്മാരും 10 ലക്ഷങ്ങളും കോടികളും തമിഴ്നാട്ടിലെ നടന്മാരായാലും മലയാളത്തിലെ മമ്മൂട്ടി ആയാലും പലരും ആസിഫിലായാലും കുറെ ആൾക്കാരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കിട്ടുന്ന യാതൊരു ഉറപ്പില്ല. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരെ വിശ്വാസമില്ല. അതാണ് ചേട്ടൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല. പിന്നെ മുഖ്യമന്ത്രി എല്ലാം വിതരണം ചെയ്യണം. മുഖ്യമന്ത്രി അതിന്റെ എല്ലാ സകല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ട ഒരാളാണ്. അങ്ങനെ എന്തെങ്കിലും ആര് തെറ്റിയതാലും പുള്ളി തന്നെ ഏറ്റെടുക്കേണ്ടി വരും നാളെ. പക്ഷെ അവസാനം പെടുന്നത് ചിലപ്പോ സപ്ലൈ ചെയ്ത ആളുകളായിരിക്കാം. എന്നിരുന്നാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് പോലെ അല്ലല്ലോ ഇപ്പൊ ഈ ഇതിലേക്ക് പോണ ഫണ്ട്. അത് വ്യത്യാസമുണ്ട്. അത് ദുരന്ത നിവാരണ അതോറിറ്റി അതിലല്ലേ പോണത്.